അത് നമ്മുടെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ ഒരു ഓപ്ഷൻ നടക്കുകയായിരുന്നു. ഐ തിങ്ക് ഒരു 2-2.5 വർഷം മുമ്പ് അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. യെസ് അന്ന് ഞാൻ വേറൊരു പൊസിഷനിലായിരുന്നു. അതൊന്നും സാരമില്ല. ജീവിതം തരുന്ന പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരെയും പരിചയപ്പെട്ടോ സാർ? ഏകദേശമൊക്കെ. 2-3 ദിവസം കഴിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇന്നത്തെ ഒരു പരിചയപ്പെടലിനും സംസാരത്തിനും അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ അധിക നേരം കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഇപ്പോൾ കോർപ്പറേറ്റുകളെ അനുകരിക്കുകയല്ലേ? വരുൺ സർ, MD എത്തിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് എത്തിയോ? ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരു സംഭവ. ചിലപ്പോ മിന്നലടിക്കുന്നത് പോലെ വന്ന് കേറിക്കളയും. അല്ലേ അരുൺ സാറ്? അതെ. ചെല്ല്, കൊണ്ടുപോയി മിന്നലടിപ്പിച്ചിട്ട് വാ. വരൂ. ശരി. വെരി ഗുഡ്. ബയോഡേറ്റ വളരെ ഇംപ്രസീവ് ആണല്ലോ. യെസ് മാഡം, ഇന്റർവ്യൂവിൽ ഹി പെർഫോംഡ് വെൽ. കേട്ടു. ഉത്തരവാദിത്തപ്പെട്ട ചെയറുകളിലേക്ക് ശരിയായ ആളുകൾ എത്തുമ്പോഴാണ് ഒരു സ്ഥാപനം ഉയരങ്ങളിലേക്ക് കുതിക്കുക. യെസ് മാഡം. ആൻഡ് ഇതാണ് വരുൺ. വരുൺ US പഠിച്ചത് എവിടെയാ? മിസ്റ്റർ ജഗന്നാഥൻ, ഇവനെയാണോ എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇവനാണോ ഇന്റർവ്യൂവിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത്? ഇവനൊരു കുഴപ്പക്കാരനാണ്. ഇവനൊരു സ്ട്രീറ്റ് റൗഡിയാണ്. മാഡം, നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അറിയാം. ഇവൻ എന്നെ അടിച്ചു. ഇന്നലെ ആ സംഭവ സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം ആൾക്കാർ നോക്കി നിൽക്കെ ഇവൻ എന്റെ കരണത്തടിച്ചു. മാഡം, ഒരു പാവപ്പെട്ട കുട്ടിയുടെ ദേഹത്ത് വണ്ടി ഇടിച്ചിട്ട് മാഡവും കൂട്ടുകാരും അത്രയും അഹങ്കാരം അവിടെ നിന്ന് കാണിച്ചപ്പോ ഞാൻ പ്രതികരിച്ചു പോയതാ. എന്നെ പരസ്യമായി കരണത്തടിച്ച ഒരാളെ ഞാൻ MD ആയിരിക്കുന്ന കമ്പനിയിൽ ജോലിക്ക് വെക്കാനോ? നെവർ. യു ഗെറ്റ് ഔട്ട്. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഈ സ്ഥാപനത്തിൽ കാണാൻ പാടില്ല. മാഡം, CEO പ്രത്യേക താല്പര്യമെടുത്ത് നടത്തിയ അപ്പോയിന്റ്മെന്റ് ആണിത്. സോ സിഇഒയുടെ കൂടെ ഒന്ന് ചോദിച്ചിട്ട്. വൈ നോട്ട്? ഞാൻ പറയാം. നല്ലവനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്രിമിനൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പിരിച്ചുവിട്ടു എന്ന് ഞാൻ പറഞ്ഞോളാം.